എന്റെ അമ്മോ, എന്തു പറ്റിയാളിയാ ഒരു മുണ്ടല്? എന്റെ പൊന്നളിയാ, ഉണ്ടിയിലൊരു കുരുളിയാ. ഓ, യാതൊന്നെ സഹിക്കാൻ വയ്യ. ഇത്രയുണ്ട്, ആരെ കാണിക്കാനും വയ്യാത്ത സാഹചര്യമുള്ള നാണക്കേട്. ഇതെങ്ങനെ ആരെയും കാണിക്കുന്നത്? അളിയ ഇതിന് നാണക്കേട് എന്തര്? നമുക്കിത് ആശുപത്രി കൊണ്ടുപോയി ശരിയാക്കാം. നിനക്കിത് പറയാം, ഡോക്ടർമാരെ മുമ്പ് ചെന്ന് കുണ്ടി പൊട്ടിന്റെ അവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനല്ലേ ഡോക്ടർമാരുള്ളത്. ചെറിയൊരു കുരു, നീ ഇത്ര വലിയ വേദനയൊന്നുമില്ല. കുണ്ടിയിൽ ഒരു കുരു ഒന്ന് വേദന വന്നാലേ നിനക്കത് മനസ്സിലാവുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ട് അല്ലാതെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ ഈ മൊണ്ടി പറഞ്ഞ കണ്ടുകൊണ്ട് നീ ചോദിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ ദയവ് ചെയ്ത് എന്റെ പൊന്നളിയ, ഒരു മനുഷ്യൻ്റെ നീ പറയരുത്, അത് മാത്രമേ നീ പറയാവുള്ളൂ. ഞാൻ ഇത് ആരടുത്തും പറയൂല. നിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു അല്ലേ, ഞാനായിട്ട് ആരടുത്തും പറയില്ല. അളിയനായിട്ട് ആരടുത്തും പറയല്ലേ അളിയ? പൊന്നളിയ, ഞാനായിട്ട് എന്തായാലും ആരുടെയും പറയില്ല, നീയായിട്ട് പറയായിരുന്നാ മതി. അളിയ, അംബാനിക്കും അദാനിക്കും പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് തന്നെ അല്ലേ അളിയ? തന്നളിയ, നമ്മക്കും കിട്ടി പാരമ്പര്യമായിട്ട് സ്വത്ത്. തന്നളിയാ, ഇത് എന്നെ പാരമ്പര്യ സ്വത്ത്. അതെ, എന്തായാലും ഞാൻ പോണില്ല, എനിക്ക് ഇരിക്കാൻ വയ്യ. ശരി അളിയ. ഓക്കെ അളിയ. നിന്റെ കുരുവൊക്കെ പൊട്ടിയാടേ? ഓ, പൊട്ടി അളിയ, ഇന്നലെ രാത്രി പൊട്ടി. അളിയാ, ഉദയളിയ, നിന്റെ കുരുവൊക്കെ പൊട്ടി അളിയ. ഇവിടെ നമ്മുടെ നല്ലൊരു വൈദ്യുണ്ട്, നമ്പർ വേണേ ഞാൻ തരാം, പെട്ടെന്ന് സുഖമാവും. പക്ഷെ എനിക്ക് ഇപ്പം നിൽക്കാൻ സമയമില്ല, എനിക്ക് വേറെ ഓട്ടോ ഉണ്ട്, പിന്നീട് നീ വിളിച്ചാൽ മതി. നമ്പർ അളിയാ, നിന്റെ കുരുവൊക്കെ വിളഞ്ഞ എന്തരായി? നമ്മളെ മറ്റേ കേസിന് ഒരു ഡോക്ടറുണ്ട്, പോയി നോക്കിയാലോ? അളിയാ, നിന്റെ കുരുവൊക്കെ എന്തിനായി? പഴുത്ത പറിച്ച് നാളായ? ഇതിനേക്കാളും നല്ലതേ ഞാൻ പത്രത്തിലാണ് കൊടുക്കണേ നല്ലത്. രഹസ്യം സൂക്ഷിക്കണ ആള്. പബ്ലിസിറ്റി കുറഞ്ഞു. ഇതറിഞ്ഞിരുന്നെങ്കിൽ അരുൺ പാലോടിന്റെ ഫേസ്ബുക്കിലൂടെ ഒന്ന് ഇടിപ്പിക്കായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?